അച്ഛന്റെ കടകൾ ഒത്തിരി ഉയരങ്ങളിലേക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കുന്നില്ല. ഒരാധാരം അച്ഛനെ അവിടെ കൊണ്ടുവന്ന് തന്നു. ഇത് അച്ഛൻ്റെ കൊടുക്കണം, ആധാരം അച്ഛൻ്റെ കൊടുക്കണം എന്ന് പറഞ്ഞു. ഇനി അങ്ങേര് എന്തെങ്കിലും ഒരു നാട്ടിൽ വരുവാണെങ്കിൽ കുഞ്ഞിന് ബാക്കിയും പെരയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 18 വയസ്സാകുന്നവരെ അവനെ ദൈവം കാക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അച്ഛന് ആയുസ്സും ആരോഗ്യവും ആ കരങ്ങൾക്ക് ബലവും തരട്ടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അമ്മച്ചി ഇത്രയും നല്ല മകനാക്കി വളർത്തി നല്ല രീതിയിൽ മനുഷ്യരെ സ്നേഹിക്കാനും എല്ലാവർക്കും സഹായിക്കാനും ആ മകനെ വളർത്തിയ വലുതാക്കിയ അമ്മച്ചിക്കും മോന്റെ കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കുഞ്ഞിനു വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ അച്ചായന്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇന്നിങ്ങനെ ഒരു മേളയ്ക്ക് പോകാൻ അതിന് 10 വയസ്സായി. ഒന്നും പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവായിട്ടില്ല. അച്ചായൻ പറഞ്ഞത് കേട്ടപ്പോ എന്നോട് ചോദിച്ചു, അമ്മയും അച്ഛനും മരിച്ചുപോയി എന്ന് അച്ചായൻ പറയില്ല. എന്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അവനെ അങ്ങനെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ അച്ചായനെ ഒരു ഉമ്മ വരാൻ കൂടെ വരാൻ ഒരുങ്ങിയതാണ്. പക്ഷെ ഈ ഒരു കാര്യം കൊണ്ട് പോയി. അവന്റെ ആധാരം അവന്റെ അച്ചായനേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അവൻ ഇന്നലെ അത് കണ്ടതുകൊണ്ട് എന്നെ അവൻ പറഞ്ഞു വിട്ടതാ. ശരി, അച്ഛന് ആയുസ്സും ആരോഗ്യവും ഈ സഹപ്രവർത്തകർക്കും നല്ല രീതിയിൽ ഇതിലെല്ലാം പങ്കെടുക്കുവാനും പ്രവർത്തിക്കുവാനും ആയുസ്സും ആരോഗ്യവും ജഗദീശം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.